മാനസ, ഈ കപ്പൽ അപകടങ്ങൾ വല്ലാത്ത ആശങ്കകൾ നമ്മളിൽ ഉയർത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടായിരുന്നു. കാരണം മീൻ കഴിക്കാൻ പറ്റുമോ എന്ന ചോദ്യം സമൂഹത്തിൽ പൊതുവെ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആശങ്കകൾ വേണ്ട, മീനിൽ ഒരു തരത്തിലുള്ള രാസവസ്തുക്കളുമില്ല, കടൽ വെള്ളം സുരക്ഷിതമാണ് എന്നാണോ ഇപ്പോൾ പരിശോധനാ ഫലം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും മനു, ഇക്കാര്യം തന്നെയാണ് പരിശോധനാ ഫലം പുറത്തു വന്നതോടുകൂടി വ്യക്തമാകുന്നത്. കാരണം ഇത്തരത്തിൽ MSC എൽസ കപ്പൽ മുങ്ങിയതോട് സംബന്ധിച്ച ഈ കടലിൽ ഉള്ള മത്സ്യം കഴിക്കാൻ പാടില്ലെന്നും അത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള മത്സ്യങ്ങളാണ് എത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് പ്രചരിപ്പിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മത്സ്യങ്ങൾക്കും കടലിനും ഈയൊരു കപ്പൽ മുങ്ങിയതുകൊണ്ട് എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായി 3 ദിവസങ്ങളിലായി സാമ്പിളുകൾ പരിശോധിച്ചത്. ഈ കൊച്ചി തീരത്തിന് സമീപമായിരുന്നു ഈ MSC എൽസ മെയ് 24-ന് മുങ്ങുന്നത്. പിന്നാലെ കണ്ടെയ്നറുകൾ നിരവധി ഇടങ്ങളിൽ നിന്നായി 9 ഇടങ്ങളിലൊക്കെയും തന്നെ കേരള തീരത്ത് എത്തിപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ ഇടങ്ങളിൽ നിന്നുമൊക്കെയാണ് ഈ കടൽ വെള്ളവും അതോടൊപ്പം തന്നെ മത്സ്യവും ശേഖരിച്ചുള്ള പരിശോധന നടത്തിയത്. ഈ ഫിഷറീസ് ടെക്നിക്കൽ ലാബിലാണ് പരിശോധന പൂർത്തിയാക്കിയത്. ഈ പരിശോധനയിൽ എന്തായാലും ഈ മത്സ്യത്തിനോ അതോടൊപ്പം തന്നെ കടൽ വെള്ളത്തിനോ യാതൊരു രീതിയിലുള്ള മലിനീകരണവും അടങ്ങിയിട്ടില്ല, ആരോഗ്യത്തിന് മോശമാകുന്ന രീതിയിലല്ല ഉള്ളത് എന്ന് തന്നെയാണ് കണ്ടെത്തലിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ മത്സ്യം കഴിക്കുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് ഈ ഫിഷറീസ് റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങളൊക്കെയും തന്നെ വന്നപ്പോൾ മന്ത്രിമാർ തന്നെ നേരിട്ട് ഈ മത്സ്യം കഴിച്ച് ഈ മത്സ്യത്തിൽ കുഴപ്പമില്ല എന്ന് കാണിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സാമ്പിളുകളുടെ റിപ്പോർട്ടും പുറത്തു വന്നത്. ഏതായാലും കടൽ വെള്ളത്തിന്റെ pH മൂല്യം സമാനമായ രീതിയിൽ തന്നെയാണ് ഉള്ളത്. അതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഈ കാര്യം പുറത്തു വന്നതോടുകൂടി ഏറെ ആശങ്കയിലായത് ഈ മത്സ്യബന്ധന മേഖലയായിരുന്നു, മത്സ്യത്തൊഴിലാളികളായിരുന്നു. അവരുടെ മത്സ്യങ്ങളൊന്നും തന്നെ വിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ആളുകളൊന്നും തന്നെ മത്സ്യം വാങ്ങാത്ത ഒരു അവസ്ഥ, ഏറെ പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധിക്കൊക്കെയും തന്നെ ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ വ്യക്തമാകുന്നത്. ശരി, ഏതായാലും ആ റിപ്പോർട്ട് നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഏറെ അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളാണ് മാനസ് നൽകിയത്.